ഓക്കെ, ബി ദിലീപ്കുമാർ, ശരിക്കും തീരുമാനമെടുത്ത് പാർട്ടിക്കാർ തീർച്ചയായിട്ടും നേരത്തെ തീരുമാനിക്കും. പാർട്ടിക്കാരല്ലാത്തവരാണല്ലോ ഈ ഫ്ലോട്ടിംഗ് വോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യത്തിലാണല്ലോ നിർണായകമായി നമ്മൾ കണക്കെടുക്കേണ്ടത്. SKN കേരളത്തിലെ ഈ മണ്ഡലങ്ങളുടെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ തന്നെ പാർട്ടി കോട്ടകൾ എന്ന് പറയാവുന്ന ചില മണ്ഡലങ്ങളുണ്ട്, അപൂർവ മണ്ഡലങ്ങളുണ്ട്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് വളരെ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളുണ്ട്. കണ്ണൂരിൽ CPIM-ന് വലിയ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് പ്രവചനാതീതം എന്ന് പറയാം. ചില മണ്ഡലങ്ങളിൽ പരമ്പരാഗതമായി വിജയിച്ച് വരുന്നതുണ്ട് ചില പാർട്ടികൾ. പക്ഷേ എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ചില ഏതാണ്ട് ഒരു ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളും 10,000-ന് താഴെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിൽ ശരാശരി ഏതാണ്ടൊരു 275ഓളം ബൂത്തുകളാണ്, പോളിംഗ് ബൂത്തുകളാണ് വരുന്നത്. ഒരു ബൂത്തിൽ ഒരു 5ഓ 10ഓ വോട്ടർമാർ അവർ അവസാന നിമിഷത്തേക്ക് അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ അവരാണ് സാധാരണഗതിയിൽ ഈ പാർട്ടി വോട്ടർമാർക്കപ്പുറം ഈ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം എന്നുള്ള നിർണായകമായ വിധിയെഴുത്ത് നടത്തുന്നത്. ആ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതിനകം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് എനിക്ക് തോന്നുന്നു ഈ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. നാളെ ഏതായാലും പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ ഈ അവസാന നിമിഷം ഈ ചാഞ്ചാടുന്ന വോട്ടർമാർ വളരെ എണ്ണം അവരുടെ വളരെ കുറവായിരിക്കും. പക്ഷേ അവർ ആ മണ്ഡലത്തിലെ വളരെ നിർണായക ഘടകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വോട്ട്, അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും എന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.